ഉദ്ദിഷ്ട കാര്യം സാധിക്കാൻ നിങ്ങളുടെ ചെരുപ്പിന്റെ വാററ്റാൽ പോലും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. അള്ളാഹു നിങ്ങളുടെ അടുത്തുണ്ട്, അള്ളാഹു ദയാലുവാണ്, നിങ്ങൾ ചോദിച്ചോളി ഞാൻ ഉത്തരം കൊടുക്കുമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വാക്കിനെ ലംഘിച്ചുകൊണ്ട് ചോദിക്കാൻ മറ്റാരുടെ അടുത്തേക്കും പോകുന്ന വിധത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്ത് ആളുകളെ വഴിതെറ്റിക്കുന്ന ഭക്തി പ്രസ്ഥാനം ഭക്തി വ്യവസായം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. തൗഹീദിന്റെ സന്ദേശവുമായി പുതിയ പ്രവർത്തകർ കാർമേഘങ്ങൾക്കിടയിലെ രജതരേഖ പോലെ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ബാക്കി ഇദ്ദേഹം പറയുന്നത്. ഇത് വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇ.ടി. മുഹമ്മദ് ബഷീറിൻ്റെ സാഹിബിൻ്റെ പ്രസംഗമാണ്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കണം. കാലങ്ങളായി ഇവിടുത്തെ വഹാബി പ്രസ്ഥാനം നാഴികൾക്ക് 40 വട്ടം കേരളത്തിലെ എന്നല്ല ലോകത്ത് വരുന്ന ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നും അവർ മുശ്രിക്കുകളാണെന്നും ഒരു നാണവും ഉളുപ്പുമില്ലാതെ പ്രത്യേകിച്ചും കേരളീയ പരിസരത്തെ മലീമസമാക്കിക്കൊണ്ട് വലിയ പ്രഭാഷണങ്ങളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പം വല്ലാത്ത തമാശയാണ്. സത്യത്തിൽ എന്താണ് അവർക്ക് ഷിർക്ക്, എന്താണ് തൗഹീദ് എന്ന് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. എന്നിട്ടാണ് യഥാർത്ഥ വിശ്വാസികളാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളെ മുശ്രിക്കുകളായും അവർ ബഹുദൈവ വിശ്വാസികളാണെന്നും പറഞ്ഞ് ചാപ്പകുത്തൽ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. പക്ഷെ അതൊന്നും എവിടെ ഏഷണില്ല. എന്നാൽ അപ്പുറത്ത് ആലോചിച്ച് നോക്കുമ്പോൾ വഹാബി പ്രസ്ഥാനം ഇന്ന് എട്ടും പൊട്ടും തിരിയാതെ നട്ടം തിരിയുന്നൊരു സാഹചര്യമാണ്. അവരെന്നെ പരസ്പരം ആരാ മുശ്രിക്ക്, ആരാ മുവഹിദ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിർക്ക് ആരോപിച്ച് ആദർശപരമായ ഏറ്റവും വലിയൊരു ദുരന്ത സാഹചര്യത്തിലൂടെയാണ് വഹാബി പ്രസ്ഥാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ചും ലോകത്തെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസ അനുഷ്ഠാന ആചാര കർമ്മങ്ങളൊക്കെ കൃത്യമായും പ്രമാണബന്ധിതമായ കാര്യങ്ങളാണ്. അതിലൊന്നും യാതൊരു ശങ്കയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള സംശയങ്ങളുടെയോ യാതൊരു സ്ഥാനവുമില്ല. കൃത്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് യോജിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന തവസ്സുൽ, ഇസ്തിഗാസ, അതുപോലെ മഹാന്മാരുടെ മഖാമുകൾ സിയാറത്ത് ചെയ്യുന്നു, അവിടെ ചെന്ന് ദുആ ചെയ്യുന്നു, മാല മൗലിദുകളൊക്കെ ഇത് പാരമ്പര്യമായി മഹാന്മാരായ സലഫു സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത് അടക്കമുള്ള അവരിൽ നിന്ന് കൈമാറി വന്ന യഥാർത്ഥ ഇസ്ലാമാണ്. ആ ഒരു പാരമ്പര്യം ലോകത്ത് എവിടെയും കാണാൻ സാധിക്കും. അത് തന്നെയുമാണ് യഥാർത്ഥ വഴി. ഇവിടെ കാലങ്ങളായി വഹാബികൾ ആരോപിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ ഖബർ പൂജ നടത്തുന്നവരും അതുപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുമാണെന്നൊക്കെയാണ്. സത്യത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അബദ്ധം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മളെ ഇ.ടി. മുഹമ്മദ് ബഷീറിൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ ഇ.ടി. ബഷീറിൻ്റെ പുതിയ ചില വാർത്തകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത്. വേണ്ടി വന്നാൽ അള്ളാഹു തആല പൊറുക്കില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന ഗൗരവതരമായൊരു കാര്യത്തെ സംബന്ധിച്ച് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഏറ്റവും ഗൗരവകരമായ ഒരു തെറ്റാണ്. മനഃപൂർവ്വമാണോ ഇനി അദ്ദേഹത്തിൻ്റെ അണികളെ പരിഹസിച്ചുകൊണ്ടാണെന്ന് അറിയില്ല. അദ്ദേഹം ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സയ്യിദ് മൗലദ്ദവീല സയ്യിദ് അലവിൽ മമ്പുറമി റളിയല്ലാഹുവിൻ്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുകയാണ്. ആലോചിച്ച് നോക്കൂ, എന്തൊരു ദുരന്തമാണിത്. വിജയത്തിന് വേണ്ടി മഹാനവറുകളെ തവസ്സുലാക്കി സഹായം ചോദിച്ച് ദുആ ചെയ്ത് കഴിഞ്ഞ് വളരെ മനോഹരമായ ഭക്തി നിർഭരമായ ഒരു മൗലിദ് സദസ്സിൽ കൂടി പങ്കെടുത്തിട്ടാണ് അദ്ദേഹം പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയത്. നമുക്കറിയാം, കേരളീയ രാഷ്ട്രീയ പരിസരത്തിൽ നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനും നേതാവും അറിയപ്പെട്ട ഒരു പാർലമെൻറ്റേറിയൻ കൂടിയാണ് ബഹുമാനപ്പെട്ട ഇ.ടി. ബഷീർ സാഹിബ്.
പക്ഷേ അവർ ചെയ്യേണ്ട ജോലിയും അല്ലെങ്കിൽ അവർ ഇടപെടേണ്ട മേഖലയും രാഷ്ട്രീയപരമാണ്. മതപരമായ വിഷയങ്ങളിൽ അവർക്ക് യാതൊരു ഇടപെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അതായത് മതപരമായ വിഷയങ്ങൾ അഭിപ്രായം പറയേണ്ടതും അതിൻ്റെ ശരിതെറ്റുകളെ ബോധ്യപ്പെടുത്തേണ്ടത് പണ്ഡിതന്മാരാണ്. അവർ കൃത്യമായി ഈ കേരളീയ മുസ്ലിം സമൂഹത്തോട് പ്രത്യേകിച്ചും സമസ്ത അടക്കമുള്ള സുന്നി പ്രസ്ഥാനങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് വലിയ വർത്തമാനങ്ങൾ പറയുന്ന ഇവർ അവരുടെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി അവരുടെ വിശ്വാസം പോലും വലിച്ചെറിയുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഇത് കേവലം ഒരു വഹാബി വിശ്വാസമുള്ള അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ടി ബഷീറിൻ്റെ മാത്രം കാര്യമല്ല. പൊതുവിലും വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഒരുവിധം ആളുകളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാണ്? അവർ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി വാദോരാതെ വലിയ തൗഹീദും ശിർക്കും പറഞ്ഞ് കുഫറും പറഞ്ഞ് ഉള്ളറകളിലൂടെ അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ, അതായത് സുന്നികൾ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസങ്ങൾ ചെയ്യുന്നവരാണ്. എന്തിനാണ് അങ്ങനെ ഒരു കാപട്യപരമായിട്ടുള്ള ഒരു വിശ്വാസം കാണിക്കുന്നത്? ഒരു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അതിൽ യാതൊരു കളങ്കം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസമാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതുള്ളൂ. അത് സന്ദർഭത്തിനും സാഹചര്യത്തിനും ഭൗതികമായ നേട്ടത്തിനു വേണ്ടി മാറ്റിമറിക്കാനോ തൂക്കമൊപ്പിച്ച് പറയാനോ പ്രവർത്തിക്കാനോ ഉള്ളതല്ല എന്ന് തിരിച്ചറിയാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്ന ആളുകളൊക്കെ തിരിച്ചറിയണമെന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്.